ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യതയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന പരസ്യവാചകത്തോടെ മത്സരരംഗത്ത് സജീവമായ CPM-ന് പക്ഷേ ഇത്തവണയും കനലൊരു തരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴയെങ്കിൽ ഇത്തവണ ആലത്തൂരാണ് CPM-ന്റെ മാനം കാത്തത്. സംസ്ഥാനത്ത് BJP-ക്കും LDF-നും ഒരു സീറ്റ് വീതമെന്നത് നേതാക്കൾക്കിടയിൽ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. MLA-മാരെയും തലമൂത്ത നേതാക്കന്മാരെയും കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വരെയും മത്സരിപ്പിച്ചെങ്കിലും ജനം തോൽപ്പിച്ചത് പാർട്ടിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാണ് UDF-ന് മിന്നും ജയം നൽകിയതെന്ന തിരിച്ചറിവ് CPM-ലും ചർച്ചയിലാണ്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നിവ ഭരണത്തിന്റെ ശോഭ കെടുത്തിയെന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ല. എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി അടക്കം തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല എന്ന മട്ടിലാണ് നിൽപ്പ്. പിണറായിയുടെ മൗനം അണികൾക്കിടയിൽ അലോസരമുണ്ടാക്കുന്നുണ്ട്. ലോക്സഭയിൽ CPM-ന് 4 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പഴയ ചെങ്കോട്ടയായിരുന്ന ബംഗാളിലും ത്രിപുരയിലും സംഭൂജിയർ. CPM-ന്റെ 4-ൽ 2-ഉം CPI-യുടെ 2-ഉം തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട DMK സഖ്യത്തിന്റെ സംഭാവനയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്തുണയിൽ നേടിയ സിഗർ സീറ്റാണ് CPM-ന്റെ അക്കൗണ്ടിലെ മറ്റൊരു നേട്ടം. കേരളത്തിലെ ആലത്തൂരിൽ നിന്ന് K രാധാകൃഷ്ണനും. അതേസമയം 2020-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തി പ്രകടിപ്പിച്ചതും 2021-ൽ പിണറായി വിജയൻ തുടർഭരണം പിടിച്ചതും UDF 19 സീറ്റ് നേടിയ 2019-ന് പിന്നാലെയാണ്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടമില്ലെന്ന നഗ്നസത്യം ഇടതുപക്ഷത്തെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഫലം. മുൻപ് രാജ്യഭരണം നിർണയിച്ചിരുന്ന ഇടതുപക്ഷം ഇന്ന് കനലായി ചുരുങ്ങിയതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും അധികാരം കൈമോശം വന്നതുപോലെ നാളെ കേരളത്തിലും സംഭവിച്ചേക്കാമെന്നാണ് അണികൾ ആശങ്കപ്പെടുന്നത്.